അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമാ ജീവിതം ആരംഭിച്ച ആളാണ് ജോജു ജോർജ്. തുടർന്ന് ക്യാമറയ്ക്ക് മുന്നിലും തുടക്കകാലത്ത് പല ചിത്രങ്ങളിലും ചെറിയ വേഷങ്ങൾ മാത്രം ഒതുങ്ങി നിന്ന ജോജു പിന്നീട് മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നടനെന്ന രീതിയിൽ വളർന്നു വന്നു. ജോസഫ് എന്ന ചിത്രത്തിലൂടെ നായിക വേഷവും തനിക്കാകുമെന്ന് തെളിയിച്ച ജോജു 3 സംസ്ഥാന അവാർഡും ദേശീയ അവാർഡിൽ പ്രത്യേക പരാമർശവും സ്വന്തമാക്കിയിട്ടുണ്ട്. കരിയറിന്റെ തുടക്കത്തിൽ നിരവധി ചെറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ജോജു ലാൽ ജോസിന്റെ സിനിമകളിലും ഭാഗമായിട്ടുണ്ട്. പട്ടാളം എന്ന സിനിമയ്ക്ക് ശേഷമാണ് ജോജുവിനെ താൻ പരിചയപ്പെട്ടതെന്നും പിന്നീട് കാണുമ്പോഴെല്ലാം ജോജു പല ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും ലാൽ ജോസ് പറയുന്നു. സിനിമയിൽ നിലനിൽക്കാനായി 20 വർഷത്തോളം ഹാർഡ് വർക്ക് ചെയ്ത നടനാണ് ജോജുവെന്നും ലാൽ ജോസ് പറഞ്ഞു. എന്റെ സിനിമകളിൽ കൊച്ചു കൊച്ചു വേഷങ്ങൾ ഉണ്ടായിരുന്ന ഒരു നടനാണ് ജോജു. ജോജു ആദ്യമായി എനിക്കൊപ്പം വരുന്നത് പട്ടാളം എന്ന സിനിമയിലാണ്. അതിനു മുമ്പ് അവൻ ചെറിയ ചെറിയ കഥാപാത്രങ്ങളായി ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യമായി ഡയലോഗ് പറയുന്നതും ആദ്യമായിട്ട് ഒരു വരി പാടി അഭിനയിക്കുന്നതും പട്ടാളത്തിലാണ്. ബിജു മേനോന്റെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ടാണ് ജോജുവിനെ പരിചയപ്പെടുന്നത്. പിന്നീട് ആ സൗഹൃദം മുന്നോട്ടു പോയി. പല കാലങ്ങളിൽ ഞാൻ ജോജുവിനെ കണ്ടിട്ടുണ്ട്. പല റോളുകൾ ചെയ്യുന്ന, പല ജോലികൾ ചെയ്യുന്ന ജോജുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ സ്ഥലക്കച്ചവടക്കാരനായിരിക്കും, ചിലപ്പോൾ വണ്ടിക്കച്ചവടക്കാരനായിരിക്കും, ചിലപ്പോൾ സ്വന്തമായ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടാവും. 20 വർഷത്തോളം അങ്ങനെ പല ജോലികൾ ചെയ്ത് സിനിമയിൽ നിൽക്കുവാൻ വേണ്ടി ശ്രമിച്ച നടനാണ് ജോജു. വളരെ അപൂർവം ആളുകളെ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, ലാൽ ജോസ് പറയുന്നു.